ജൂൺ 2 വിശുദ്ധ മർസലിനസും പത്രോസും. വിശുദ്ധ ഡമാസസ് ഒന്നാമൻ പാപ്പ ഈ രക്തസാക്ഷികളുടെ കബറിടത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: പുരോഹിതനായ മർസലിനസിൻ്റെയും ഭൂതോച്ചാടകനായ പത്രോസിൻ്റെയും ശരീരങ്ങൾ ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നു. അവർക്ക് ലഭിച്ച അത്ഭുതകരമായ ഉൾപ്രേരണയാൽ കർത്താവിൻ്റെ സഹായത്തോടെ അവർ നിരവധി അവിശ്വാസികളെ സത്യവിശ്വാസത്തിൻ്റെ അറിവിലേക്ക് കൊണ്ടുവരികയും ദൈവിക നിയമങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു. അവസാനം ദുഷ്ടനായ സ്വേച്ഛാധിപതിയുടെ കൽപ്പനയാൽ അവർ രക്തസാക്ഷിത്വത്തിൻ്റെ കിരീടത്തിന് അർഹരായി. ഈ വിവരണമനുസരിച്ച് മർസലിനസ് റോമൻ സഭയിലെ ഒരു പുരോഹിതനും പത്രോസ് ഒരു ഭൂതോച്ചാടകനുമായിരുന്നു. ആദ്യകാല രക്തസാക്ഷികൾക്കും വിശുദ്ധന്മാർക്കുമൊപ്പം ഇവരുടെ പേരുകളും റോമൻ കുർബാനയിൽ അനുസ്മരിക്കുന്നുണ്ട്. 366 മുതൽ 384 വരെ മാർപ്പാപ്പ ആയിരുന്ന വിശുദ്ധ ഡമാസസ് ഒന്നാമനിൽ നിന്നാണ് ഈ രക്തസാക്ഷികളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ രക്തസാക്ഷികളെ വാളിനിരയാക്കിയ പടയാളികളിൽ ഒരാൾ പിന്നീട് ക്രിസ്ത്യാനിയായി മാറി. കുട്ടിക്കാലത്ത് ഈ പടയാളിയിൽ നിന്ന് നേരിട്ടാണ് ഡമാസസ് പാപ്പ മർസലിനസിൻ്റെയും പത്രോസിൻ്റെയും രക്തസാക്ഷിത്വത്തെക്കുറിച്ച് കേട്ടത്. ഇവരെ അറസ്റ്റ് ചെയ്യുകയും വിചാരണ ചെയ്ത് കുറ്റം വിധിക്കുകയും ചെയ്തു. റോമൻ ദൈവങ്ങൾക്ക് ആരാധന നടത്താൻ അവസരം നൽകിയെങ്കിലും അവർ നിഷേധിച്ചു. തടവറയിലായിരിക്കുമ്പോൾ അവർ സഹതടവുകാരോടും ജയിൽ അധികാരികളോടും സുവിശേഷം പ്രസംഗിച്ചു. അവിടെ സുവിശേഷ പ്രസംഗങ്ങൾ അവസാനിപ്പിക്കാൻ അടുത്തുള്ള വനത്തിലെ രഹസ്യ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകാൻ അധികാരികൾ കൽപ്പന നൽകി. അവരെ അടക്കാനുള്ള കുഴികൾ അവരെക്കൊണ്ട് തന്നെ കുഴിപ്പിച്ചു. വളരെ സന്തോഷത്തോടെയാണ് ആ ജോലി അവർ ചെയ്തത്. തുടർന്ന് അവരെ ശിരച്ഛേദം ചെയ്യുകയും രഹസ്യമായി അവിടെ അടക്കം ചെയ്യുകയും ചെയ്തു. മറ്റ് ക്രിസ്ത്യാനികൾ ഈ സ്ഥലം കണ്ടെത്താതിരിക്കാനാണ് എല്ലാം രഹസ്യമായി ചെയ്തത്. ക്രിസ്തുവർഷം 304 ആണ് ഈ രക്തസാക്ഷിത്വം നടന്നത്. മർസലിനസിൻ്റെയും പത്രോസിൻ്റെയും രക്തസാക്ഷിത്വത്തെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞു. കുറച്ചുനാൾ കഴിഞ്ഞ് ലൂസില്ല, ഫെർമിന എന്നീ 2 വിശുദ്ധ സ്ത്രീകൾ ദൈവപരിപാലനയിൽ ഇവരെ അടക്കം ചെയ്ത സ്ഥലത്ത് എത്തി. അവർ ഈ വിശുദ്ധരുടെ ശരീരങ്ങളെടുത്ത് ഇന്ന് മർസലിനസിൻ്റെയും പത്രോസിൻ്റെയും പേരിൽ അറിയപ്പെടുന്ന ശ്മശാനത്തിൽ അടക്കം ചെയ്തു. ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം നൽകിയ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഈ രക്തസാക്ഷികളുടെ കബറിടത്തിന് മുകളിൽ ഒരു ബസലിക്ക നിർമ്മിച്ചു. ഈ ബസലിക്കയ്ക്ക് സമീപമാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തൻ്റെ അമ്മയായ വിശുദ്ധ ഹെലന രാജ്ഞിയെ അടക്കം ചെയ്തത്. അങ്ങനെ ഈ രക്തസാക്ഷികളോടുള്ള ഭക്തി വളരെ വ്യാപകമായി. 9-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ചാൾ മാഗ്നെ ചക്രവർത്തിയുടെ സെക്രട്ടറിയായിരുന്ന എഗിൻഹാർഡ് എന്ന ജർമ്മൻ സന്യാസി പോപ്പ് ഗ്രിഗറി 4-നോട് രക്തസാക്ഷികളുടെ തിരുശേഷിപ്പ് ആവശ്യപ്പെട്ടു. വിശുദ്ധരായ മർസലിനസിൻ്റെയും പത്രോസിൻ്റെയും തിരുശേഷിപ്പാണ് ഗ്രിഗറി മാർപ്പാപ്പ അവർക്ക് നൽകിയത്. സെലിജൻസ്റ്റാഡ് എന്ന സ്ഥലത്ത് ഈ വിശുദ്ധരുടെ ബഹുമാനാർത്ഥം ഒരു ആശ്രമം നിർമ്മിച്ചു. തിരുശേഷിപ്പ് അവിടെ സ്ഥാപിച്ചതിന് ശേഷം നിരവധി അത്ഭുതങ്ങൾ നടന്നതായി പറയപ്പെടുന്നുണ്ട്.